എറണാകുളം അതിരൂപത ബസിലിക്ക FB പേജ് ഒരു വീഡിയോയിലൂടെ മുമ്പോട്ട് വെക്കുന്ന വാദമാണ് ഇനി പറയാൻ പോകുന്നത്. സഭയ്ക്ക് ഒരു ആരാധനാക്രമമുണ്ട്. ഓരോ സഭയ്ക്കും ആരാധനാക്രമമുണ്ട്. എറണാകുളം അതിരൂപത ഉൾപ്പെടുന്ന സീറോ മലബാർ സഭയ്ക്കും ഒരു ആരാധനാക്രമമുണ്ട്. അതായത് സഭയുടെ ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം 2021 ജൂലൈ 3 രേഖയിലൂടെ മാർപ്പാപ്പ അംഗീകരിച്ച് ഈ സഭയിൽ മുഴുവൻ അർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത രേഖ അടിസ്ഥാനത്തിൽ ഈ സഭയിലെ രൂപതകളിൽ 35-ൽ 34 അംഗീകരിച്ചു. ആ രേഖ അനുസരിച്ചുള്ള ആരാധനാ രീതി പിന്തുടരുന്നു. എറണാകുളം അതിരൂപത മാത്രം മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ പ്രസ്തുത രേഖ അംഗീകരിച്ചില്ല. തുടർന്നും മാർപ്പാപ്പ എറണാകുളം അതിരൂപതയോട് പ്രസ്തുത രേഖ അംഗീകരിക്കാൻ വീഡിയോ സന്ദേശത്തിലൂടെ ആവശ്യപ്പെടുന്നു. മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ടും പ്രത്യേകമായി എറണാകുളം അതിരൂപതയ്ക്ക് നൽകിയ വീഡിയോ സന്ദേശവും വത്തിക്കാൻ സൈറ്റിൽ നിന്ന് വളരെ വ്യക്തമായി ലഭിക്കുന്നതാണ്. എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികൾ 2024 മെയ് 1 നടന്ന അവരുടെ കലൂർ സമ്മേളനത്തിൽ വെച്ച് സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചവരാണ്. 2024 ജൂൺ 10 എറണാകുളം അതിരൂപതയിലെ മുണ്ടാടൻ അച്ഛനും പാറേക്കാട്ടിൽ അച്ഛനും സണ്ണി അച്ഛനും ഉൾപ്പെടെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ തീരുമാനം ആവർത്തിച്ചു. സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്തേക്ക് എന്ന ഇവരുടെ 2024 മെയ് 1 തീരുമാനത്തിന്റെ ആവർത്തനമാണ് 2024 ജൂൺ 10 ഇവർക്ക് സീറോ മലബാർ സെന്റ് തീരുമാനം ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. സീറോ മലബാർ സഭയിൽ നിന്ന് പുറത്തേക്ക് എന്നും പറയുന്നു. ഇവർക്ക് മാർപ്പാപ്പ ആവശ്യപ്പെട്ട 2021 ജൂലൈ 3 രേഖ അടിസ്ഥാനത്തിൽ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന പൈതൃകം പിന്തുടരാൻ താല്പര്യമില്ല എങ്കിൽ ഇവരുടെ തീരുമാനമനുസരിച്ച് പുറത്തു പോകാം. മാർപ്പാപ്പ അടക്കമുള്ളവരുടെ നിർദ്ദേശം അനുസരിക്കാൻ കഴിയാത്ത അവർക്ക് അവിടെ ഇഷ്ടമുള്ളതുപോലെ ആവാം. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ക്രമ പൈതൃകം പിന്തുടരാൻ താല്പര്യമില്ല എങ്കിൽ ഇവരുടെ തീരുമാനമനുസരിച്ച് പുറത്തേക്ക് പോകാം. മാർപ്പാപ്പ അടക്കമുള്ളവരുടെ നിർദ്ദേശം അനുസരിക്കാൻ കഴിയാത്ത അവർക്ക് അവിടെ ഇഷ്ടമുള്ളതുപോലെ ആവാം. അല്ലാതെ സീറോ മലബാർ സഭയെ മറ്റു വിഭാഗങ്ങൾക്കിടയിൽ നാണം കെടുത്തുകയല്ല വേണ്ടത്.